ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് അറിയിക്കുന്നത്, കഴിഞ്ഞ 9 മാസക്കാലമായി ദൈവസനി നിലവിളിച്ച നിലവിളിയുടെ, ദൈവസൽക്കരഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുന്ന മാസമാണ് ഈ 10ാം മാസമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 9 മാസമായി ചോദിച്ച വിഷയങ്ങൾക്ക് മറുപടി കാണാഞ്ഞതുകൊണ്ട് ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ ദൈവഭക്തനെ, നിങ്ങളോട് കർത്താവ് പറയുക, ഇത് നിങ്ങൾക്കുള്ള അനുഗ്രഹത്തിന്റെ മാസമാണ്. വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരുടെ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവ് എന്ന രാജാവിന്റെ അടുക്കൽ വന്ന് പറയുക, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. പറഞ്ഞത് ദൈവത്തിന്റെ വായ അറിയപ്പെടുന്ന പ്രവാചകനാകുന്നത് കൊണ്ട് ദൈവശബ്ദം ഏറ്റെടുത്ത് ചുവരിനോട് മുഖം തിരിച്ച് ഹിസ്കിയാവ് ദൈവസന്നിൽ കരഞ്ഞപ്പോൾ, ആലോചന അറിയിച്ച പ്രവാചകൻ കൊട്ടാരമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആലോചന ഹിസ്കിയാവിനോട് അറിയിച്ചത്, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ ആയുസിനോട് 15 സംവത്സരം നീട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, എൻ്റെയും നിങ്ങളുടെയും കരച്ചിൽ കാണുന്ന, എൻ്റെയും നിങ്ങളുടെ സങ്കടം അറിയുന്ന, ഉഴൽച്ചകൾ അറിയുന്ന, ആവശ്യങ്ങൾ അറിയുന്ന, ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ കണ്ണുനീർ അവൻ്റെ തുരുത്തിയിലാക്കി വെച്ച് അവൻ നിശ്ചയമായി നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നാൽ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവയ്ക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതിസന്ധിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവം, നമ്മുടെ കർത്താവ് നമ്മെ നിശ്ചയമായി വിടുവയ്ക്കും. ഇവിടെ പ്രവാചകനിലൂടെ ഹിസ്കിയാവിനോട് അരുളി ചെയ്തത്, നിന്റെ ആയുസിന് 15 സംവത്സരം നീട്ടിത്തരുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ചിലതിനെ വർദ്ധിപ്പിക്കുന്ന, ചിലതിനെ അനുഗ്രഹിച്ച് നൽകുന്ന, ചിലതിനെ നിറവോടെ നൽകുന്ന, ചിലതിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നാളുകൾ, നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ പുതിയ വഴിത്താരകൾ, നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ഒരു വിശാലത, നിങ്ങളുടെ ശാരീരിക ക്ലേശങ്ങളിൽ നിങ്ങൾക്ക് സൗഖ്യം, നിങ്ങളുടെ തലമുറയുടെ തലങ്ങളിൽ നിങ്ങൾക്ക് വിടുതലും സൗഖ്യവും സന്തോഷവും. അതെ, അവൻ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ഹന്നയെ പോലെ കരയുന്ന പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയുടെ കരുണയുടെ കരം വെളിപ്പെടുകയാണ്. നിലവിളിക്കുന്ന മോർദെഖായിയെ പോലെയുള്ള വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ഒരു ഉയർച്ച നൽകി ദൈവത്തിന്റെ കരം ഈ അനുഗ്രഹിക്കപ്പെട്ട മാസം നന്മയുടെ, അനുഗ്രഹത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോകുന്നു. കരഞ്ഞ കണ്ണുനീരിന് മറുപടി നൽകി ആദരിക്കുന്ന, മാനിക്കുന്ന ദിനങ്ങളും ദൈവാത്മാവ് ഓർപ്പിക്കുമ്പോൾ മടുത്തുപോകാതെ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നമ്മുടെ ഞെരുക്കവും നിന്ദയും അപമാനവും ഒക്കെ മാറ്റി നമ്മെ ആദരിക്കുന്ന, മാനിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ദിനങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുന്നു. വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.